ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വൈകിട്ടോടെ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു വാർത്ത നമ്മൾ ന്യൂസ് ചാനലും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടായിരുന്നു. MLA ഉമാ തോമസുമായിട്ട് ബന്ധപ്പെട്ട് സത്യം പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു. ഇന്നലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം 12,000 കുട്ടികളെ അണിനിരത്തി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടന്ന ഭരതനാട്യം പെർഫോമൻസ് വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ കയറാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് ഒരുപാട് വിശിഷ്ട അതിഥികൾ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മുടെ MLA ഉമാ തോമസും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറയാനുള്ളത് മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചാണ് കേട്ടോ. ഒട്ടും മനുഷ്യത്വം ഇല്ലാത്ത കുറെ ആൾക്കാർ, അവരെ കുറിച്ചാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഇന്നലെ ആ ഒരു വാർത്ത വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പ്രായമുള്ള സ്ത്രീയാണ്, ഇതിൽ കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിക്കണം, മനുഷ്യരായില്ലെങ്കിലും കുഴപ്പമില്ല, മൃഗങ്ങളെ പോലെയെങ്കിലും ആവണം. കാരണം മൃഗങ്ങൾക്കുണ്ട് മനസ്സും മനുഷ്യത്വം ഒക്കെ, നമുക്കതില്ലല്ലോ. സ്വാഭാവികമായിട്ട് ആ ഒരു പോസ്റ്റിനടിയിലും ഇല്ലെങ്കിൽ ഈ ഒരു വാർത്ത വന്നതിനുള്ള കമന്റ് ബോക്സിനടിയിലും എല്ലാം അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഒരു മനുഷ്യനാണെന്നുള്ളൊരു പരിഗണന ഇല്ലാത്ത രീതിയിൽ കണ്ട കുറെ കമന്റ്സ്. ഞാൻ എന്തായാലും അതൊക്കെ ഇവിടെ കൊടുത്തേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യനാണ്, അവർ ഒരു അപകടം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടെ വേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ പറയുന്നവരുടെ വീടിന് അപ്പുറത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ അവർ പറയുമോ നിങ്ങൾ വേറെ ഒരു പാർട്ടിക്കാരാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആപത്ത് ഘട്ടത്തിൽ സഹായിക്കാൻ വരത്തില്ലെന്ന്? അത്രയും വൃത്തികെട്ട ചിന്താഗതിയുള്ള മനുഷ്യരാണ്. ആ ഒരു സ്റ്റേഡിയം നോക്കുമ്പോൾ ഇത്രയും ആൾക്കാർ വന്ന് പങ്കെടുക്കുന്ന ഒരു പരിപാടി, ഒട്ടും സെക്യൂരിറ്റി ഇല്ല. നമ്മളൊരു പ്രോഗ്രാം കണ്ടന്റ് ചെയ്യുമ്പോൾ സംഘാടകർ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആ ഒരു പരിപാടി വിജയിക്കുന്നതിനോട് കൂടി തന്നെ അവിടെ വളരെയധികം സെക്യൂരിറ്റി വേണം, ഇല്ലെങ്കിൽ ഒരു സുരക്ഷാ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ലക്ഷ്യം വേണ്ടത്. ഏതൊരു പരിപാടി ആരംഭിക്കുന്നതിന് മുന്നിൽ ഒരു സുരക്ഷ, വരുന്ന ആൾക്കാരുടെ സുരക്ഷയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമുക്ക് ആ ഒരു സ്റ്റേഡിയം കാണുമ്പോഴേ അറിയാം, വിശിഷ്ട അതിഥികൾ ഇരിക്കുന്ന ആ ഒരു ഗാലറി കാണുമ്പോഴേ അറിയാം, കേറി പോകാൻ പോലും ഒരാൾ വന്നാൽ ആ ഒരു വിശിഷ്ട അതിഥി കേറി പോകാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ, അത്രയും സുരക്ഷയില്ലാത്ത രീതിയിലാണ് ഇവര് ചെയ്തേക്കുന്നത്. വലിയൊരു അപകടമായിരുന്നു ഇന്നലെ ഉമാ തോമസിന് വന്നത്. കാരണം ഏകദേശം 20 അടിയോളം പൊക്കത്തിൽ നിന്നും താഴേക്ക് വീഴുന്നത്, അവിടെ ഒരു സ്ലാബ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്കാണ് ചെന്ന് വീണത്. മുഖം വെടിച്ചു വീഴുകയും എത്രയും പെട്ടെന്ന് അവര് പഴയ രീതിയിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാൾക്കൊരു അപകടം വരുമ്പോഴും അവിടെയും പാർട്ടിപരമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയം കാണുന്ന ചില ആൾക്കാർ, ഇത്രയും വൃത്തികെട്ട ചിന്താഗതിക്കാർ, ഇവരൊക്കെ എങ്ങനെ നാളെ ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ വീടുകളിൽ സംഭവിക്കാം? അത്രയും മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. 2.5 മീറ്റർ മാത്രം വീതിയുള്ള ഈ സ്റ്റേജിലാണ് മന്ത്രിയും മറ്റ് ഗസ്റ്റുകളും ഉമാ തോമസും ഒക്കെ ഉണ്ടായിരുന്നു. ഉമാ തോമസ് ഇവിടെ നിന്ന് വന്ന് ഇവിടെ ഈ ഡാൻസിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളൊക്കെ ഈ ഭാഗത്തിരിപ്പുണ്ടായിരുന്നു. അവരോട് കൈവീശി കാണിച്ച് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ട് അവിടേക്ക് പോയി മന്ത്രിക്ക് കൈ കൊടുക്കാനായി നീങ്ങിയതാണ്. അവിടെ നിന്നാണ് താഴേക്ക് വീഴുന്നത്. നേരെ താഴേക്ക് ആ കോൺക്രീറ്റ് സ്ലാബിന്റെ മുകളിലേക്കാണ് വീഴുന്നത്. നമുക്ക് കാണാം, ഉമാ തോമസ് MLAയുടെ ചെരുപ്പാണ് അവിടെ കിടക്കുന്നത്. നേരെ മുഖമടിച്ച് വീഴുകയാണ് ചെയ്തത്. അതായത് വലതു ഭാഗം അടിച്ച് ഈ സ്ലാബിലേക്ക് ഒന്ന് അടിച്ചു വീഴുകയും പിന്നീട് നേരെ നിവർന്ന് കിടക്കുകയുമായിരുന്നു. അപ്പോൾ തന്നെ നന്നായി രക്തം വാർന്നു വരുന്നുണ്ടായിരുന്നു. ഈ സ്റ്റേജിന്റെ നിർമ്മാണത്തിലാണ് അപാകത പറയുന്നത്. അക്കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് അശാസ്ത്രീയമായാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്റ്റേജ് ഒട്ടും സുരക്ഷയില്ലായ്മയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഒരാള് അവരുടെ ഒരു ശ്രദ്ധ തെറ്റിയാൽ താഴേക്ക് വീഴുന്ന രീതിയിൽ ഒട്ടും സുരക്ഷിതമില്ലായ്മ. ഒരു 10-20 അടിയോളം നിന്ന് താഴേക്ക് വീഴുന്ന ആ ഒരു കാഴ്ചയിൽ തന്നെ നമുക്കറിയാം ബ്ലഡ് എല്ലാം ഒരുപാട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അത്രയും വലിയൊരു കാര്യമാണ് അവിടെ നടന്നത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മനുഷ്യന്മാരെ പോലും കണ്ടുകൂടാത്ത അവസ്ഥയാണ്. ഒട്ടും സ്നേഹമില്ല. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ പോലും രാഷ്ട്രീയം നോക്കി നീ ഇന്ന രാഷ്ട്രീയക്കാരനാണോ എന്ന് അറിഞ്ഞ് പെരുമാറുന്ന ഒരു അവസ്ഥയിലേക്ക് അത്രയും അതപ്പതിച്ച് മാറിയേക്കാണ് നമ്മുടെ മനുഷ്യരുടെ ചിന്താഗതി.